വീണ്ടും ഒരിക്കൽ കൂടെ ഹിന്ദി പഠിക്കാൻ വന്നവരെ സ്വാഗതം ചെയ്യുന്നു. അച്ഛനമ്മമാരെ കുറിച്ച് നാം നോക്കിക്കഴിഞ്ഞു. ഇനിയും വലിയച്ഛൻ, വലിയമ്മ, മുത്തച്ഛി അല്ലെങ്കിൽ മുത്തച്ഛൻ, അപ്പൂപ്പൻ, അമ്മുമ്മ എന്നൊക്കെ പറയും. ഇവരെ ഹിന്ദിയിൽ എങ്ങനെ സംബോധന ചെയ്യും, വാക്യങ്ങൾ എങ്ങനെ പറയാം, അതറിയുവാനായിട്ട് ഈ വീഡിയോ സഹായിക്കും. ആദ്യമായി ഹിന്ദിയിൽ ഈ വാക്കുകളുടെ അർത്ഥം ഉദാഹരണ സഹിതം നമുക്ക് മനസ്സിലാക്കാം. എന്താണ് അച്ഛൻ്റെ അമ്മയ്ക്കും അച്ഛനും ഹിന്ദിയിൽ പറയുന്നത്? അമ്മയുടെ അച്ഛനും അമ്മയ്ക്കും എന്താണ് പറയുന്നത്? ആദ്യമായി അച്ഛൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്താണ് പറയുന്നത്, അത് നമുക്ക് ഉദാഹരണ സഹിതം നോക്കാം. വാക്കുകളുടെ അർത്ഥവും വ്യത്യാസവും. അച്ഛൻ്റെ അച്ഛനാണെങ്കിൽ 2 പ്രാവശ്യം ദാ പറയണം, ദാദാ. അമ്മയാണെങ്കിൽ 1 ദായും ദീയും, ദാദി. അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ. വലിയ അച്ഛൻ, വലിയ അമ്മ അല്ലെങ്കിൽ വല്യച്ഛൻ, വല്യമ്മ, വല്യമ്മച്ചി, വല്യച്ഛൻ. വല്യച്ഛൻ നിന്നെ നോക്കുന്നു. ദാദാ തുമേ ദേഖ് രഹാ ഹൈ. തുമയോ തുജയോ പറയാം. ദാദാ തുജെ ദേഖ് രഹാ ഹൈ. വല്യമ്മ, വല്യമ്മച്ചി ചന്തയിൽ പോയി. ചന്തയ്ക്ക് ബാജാർ, ബാജാർ. പോയി, അതിന് ഗയി. ദാദി ബജാർ ഗയി. ഇനിയും വല്യമ്മ പോയത് വല്യച്ഛൻ്റെ കൂടെ ആണെങ്കിൽ കെ സാത്ത് ചേർത്തിട്ട് പറയണം. ദാദി ദാദാ കെ സാത്ത് ഗയി. ദാദി ദാദാ കെ സാത്ത് ബജാർ ഗയി. സാത്ത് ഗയി, 2 പേരും കൂടെ പോയി. ഇനി അപ്പൂപ്പന് അല്ലെങ്കിൽ അമ്മുമ്മയ്ക്ക് എന്നൊക്കെ പറയാൻ കോ ചേർക്കണം. കോ ചേർത്ത് ദാദാ കോ, ദാദി കോ. അപ്പൂപ്പൻ അമ്മുമ്മയ്ക്കൊരു ഗിഫ്റ്റ് കൊടുത്തു അല്ലെങ്കിൽ സമ്മാനം കൊടുത്തു എന്ന് പറയുവാൻ സമ്മാനത്തിന് തോഫ അല്ലെങ്കിൽ ഉപഹാർ. ദാദാനെ ദാദി കോ തോഫ ദി. ദാദാനെ ദാദി കോ തോഫ ദി. തോഫ ദിയ. ദിയ ചുരുക്കത്തിൽ സംസാരിക്കുമ്പോൾ ദി. വലിയച്ഛൻ വല്യമ്മയ്ക്ക് സമ്മാനം കൊടുത്തു. സമ്മാനത്തിന് തോഫ, കൊടുത്തതിന് ദിയ. അപ്പോൾ ദാദാനെ ദാദിക്കോ തോഫ ദി, ഇത് നെഗറ്റീവ് ആക്കുവാൻ നഹി ചേർത്താൽ മതി. ദാദാനെ ദാദിക്കോ തോഫ നാദിയ. നാദിയ ഈക്വൽ ടു നഹി ദിയ. ഇപ്പോൾ ഇവിടെ കൊടുത്തില്ല എന്നാണ്. ഇനിയും കൊടുത്തോ എന്ന് ചോദിക്കാൻ തുടങ്ങേണ്ടത് ക്യാ പറഞ്ഞിട്ടാണ്. ആരംഭത്തിൽ ക്യാ. ക്യാ ദാദാനെ ദാദിക്കോ തോഫ ദി. ദാദാ ദാദിക്കോ തോഫ കൊടുത്തോ. ഇനി ക്യോൻ ചേർത്ത് പറഞ്ഞാൽ എങ്ങനെയാവും? ക്യോൻ ദാദാനെ ദാദിക്കോ തോഫ ദി. എന്തുകൊണ്ടാണ് ദാദാ ദാദിക്കോ തോഫ കൊടുത്തത്? കൊടുത്തെങ്കിൽ ഹാ ദിയ. കൊടുത്തില്ലെങ്കിലോ ന, നഹി ദിയ. ചുരുക്കത്തിൽ ഹാ അല്ലെങ്കിൽ ന. ചുരുക്കത്തിൽ ഹാ അല്ലെങ്കിൽ ന. ദാദിയുടെ കൂടെ ക വന്നാൽ ദാദി ക എന്ന് പറയുമ്പോൾ ദാദിയുടെ, വലിയ അമ്മച്ചിയുടെ. ദാദാ ക വല്യച്ഛൻ്റെ. അപ്പൂപ്പൻ്റെ കസേര, കസേരയ്ക്ക് ചെയർ. ദാദാ ക കുർസി. അവൻ വല്യമ്മച്ചിയുടെ പേര് ചോദിച്ചു. വഹ് അല്ലെങ്കിൽ ഉസിനെ ദാദി ക നാം പൂച്ച. ചോദിച്ചു, പൂച്ച. ഇവർക്ക് ചില അനുഭവങ്ങളൊക്കെ ഉള്ളവരാണ്. എന്തെങ്കിലും അവരിൽ നിന്ന് അറിയണമെങ്കിൽ കോയും കായുമല്ല, സേയാണ്. ദാദാ സേ, ദാദി സേ. വലിയച്ഛനിൽ നിന്ന് അല്ലെങ്കിൽ വല്യമ്മച്ചിയിൽ നിന്ന്. കുട്ടികൾ വലിയച്ഛനിൽ നിന്ന് ഒരു കഥ കേട്ടു. ബച്ചോനെ ദാദാ സേ ഏക് കഹാനി സുനാ. കഥ, കഹാനി. അപ്പോൾ ഇങ്ങനെ ഹിന്ദിയിലെ ദാദാ, ദാദാ കോ, ദാദാ കാ, ദാദാ സേ അല്ലെങ്കിൽ ദാദി, ദാദി കോ, ദാദി കാ,
ദാദീസെ ചേർത്ത് ഹിന്ദി പറഞ്ഞു തുടങ്ങാം.